ഭർത്താവിന്റെ മർദ്ദനത്തിൽ പൊറുതിമുട്ടി കാമുകനെ വിവാഹം കഴിച്ച് 3 കുട്ടികളുടെ അമ്മ. ആരെ വേണമെങ്കിലും സ്വീകരിച്ചു, പക്ഷേ അപവാദം പറയരുതെന്ന് ഭർത്താവ്. കാമുകനുമായുള്ള വിവാഹത്തിനിടെ വേദിയിൽ തർക്കം. ഉത്തർപ്രദേശിലെ ചന്ദോളി ജില്ലയിലെ ഒരു വിവാഹവേദിയാണ് ഈ കണ്ടത്. 3 കുട്ടികളുടെ അമ്മയാണ് ആ യുവതി. അവർ മുൻ ഭർത്താവിന്റെ സാന്നിധ്യത്തിൽ തന്നെ കാമുകനെ ആചാരപ്രകാരം വിവാഹം കഴിക്കുന്ന കാഴ്ചയായിരുന്നു അവിടെ. പക്ഷെ അടിമുടി ബഹളമായിരുന്നു ആ വിവാഹവേദിയിൽ. വലിയ ജനക്കൂട്ടമെത്തി. കാരണം 3 കുട്ടികളുടെ അമ്മയാണ്. ആ ഭർത്താവിനെ ഉപേക്ഷിച്ച് താരതമ്യേന പ്രായം കുറഞ്ഞ ഒരു യുവാവിനൊപ്പം വിവാഹം കഴിച്ചു പോകുന്നു. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഒരുപാട് പേർ കാഴ്ചക്കാരായും ബന്ധുക്കളുമായൊക്കെ എത്തി. ചന്ദോളിയിലെ സക്കൽ ഹീഹ തഹസീൽ പരിധിയിലുള്ള ഒരു അമ്പലത്തിൽ, ഒരു ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ഈ വിവാഹ ചടങ്ങുകൾ. തന്റെ മുൻ ഭർത്താവ് സ്ഥിരമായി ശാരീരികമായും മാനസികമായും ഉപദ്രവിക്കുമായിരുന്നു എന്നാണ് ആ യുവതിയുടെ ആരോപണം. ആ ഉപദ്രവത്തിൽ മനം നൊന്താണ്, മടുത്താണ് ഈ ബന്ധം വേർപെടുത്തി ഞാൻ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാൻ തീരുമാനിച്ചതെന്ന് ആ സ്ത്രീ പറയുന്നു. പക്ഷെ മക്കൾ 3 പേരും അവർ അച്ഛനോടൊപ്പം താമസിക്കട്ടെ എന്നാണ് ആ യുവതിയുടെ തീരുമാനം. അവർ പറയുന്നത് കേൾക്കാം. तुम मर्जी से शादी कर रहे हो? हम अपनी मर्जी से। कोई दिक्कत नहीं है? कोई दिक्कत नहीं। कहाँ के रहने वाले हो? जी वैसे तो हम सेवराई के रहने वाले हैं। भदौरा बलाक तहसील पड़ता है। ഇത് വിവാഹിതനായ വരന്റെ പ്രതികരണമാണ്. സ്ത്രീയുടെ പ്രതികരണത്തിലേക്ക് നമുക്ക് എത്താം. എന്തായാലും ഈ ഭാര്യയുടെ ആരോപണങ്ങൾക്ക് ഭർത്താവ് തള്ളിക്കളയുകയാണ്. കഴിഞ്ഞ 2 വർഷത്തോളമായി ഈ ഭാര്യയ്ക്ക് മറ്റൊരു യുവാവുമായി പ്രണയബന്ധം ഉണ്ടായിരുന്നു എന്നും അതുകൊണ്ടാണ് അവൾ തന്നെ ഉപേക്ഷിച്ച് കാമുകനൊപ്പം പോകാൻ തീരുമാനിച്ചതെന്നുമാണ് ആ ഭാര്യയുടെ ആരോപണത്തിന് മറുപടിയായി ആ ഭർത്താവ് അല്ലെങ്കിൽ മുൻ ഭർത്താവ് പറയുന്നത്. कर रहे हो? पहली शादी कर रही है आपकी? पहले शादी हुई है आपकी? हमारी शादी भइल रहा वो मारो तो पहले आवत ना घर से 1 रुपया दे अपना ना दी, बताइए कैसे खर्चा चले। तुम्हारे बच्चे हैं पहली शादी से? हाँ। कितने बच्चे हैं? 3 बच्चे हैं। हाँ। क्या तो बच्चे कौन किसके पास रहेंगे? पापा के पास रहेंगे, हमारे पास ना रहे। मतलब पापा कौन, पहले वाले कि दूसरे वाले? नहीं तो हम पहलका के जो पहले वाले यही सर, जब इनका मर्जी है कि नहीं हम दूसरे के साथ रहें, इसमें तो हमारा कोई हक नहीं है जबरदस्ती करना। हम तो चाह रहे हैं कि मतलब ये हमारे साथ रहें। हम तो तभी कर रहे थे, आज भी कर रहे हैं कि हमारे साथ चल के रहें। कोई पारिवारिक विवाद चल रहा? कोई नहीं विवाद। किस तरह की चीजें कैसे? ये इनका घूमना फिरना ऐश करना इनका संबंधित था। आप उसी सक्षम अधिकारी से? हाँ, सबसे कर लिया। कोई सोल्यूशन? कोई नहीं। आप शादी से सहमत हैं? जी सहमत है, अच्छे से शादी हो गया, आप क्या चाहिए? എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, കല്യാണം കഴിച്ചോട്ടെ എന്നൊക്കെയാണ് ആ ഭർത്താവ് പറയുന്നത്. ട്രെയിൻ യാത്രക്കിടയിലാണ് ഈ സ്ത്രീയെ പരിചയപ്പെട്ടതെന്നും പിന്നീട് അങ്ങനെ പ്രണയത്തിലായതാണെന്നും ഒക്കെ പുതിയ വരൻ കാമുകൻ അവകാശപ്പെടുന്നു. യാത്രകളിലെ സൗഹൃദം അത് വളർന്നു. ആ സൗഹൃദം വളർന്ന് അത് പ്രണയത്തിലാവുകയും അങ്ങനെയാണ് ഈ വിവാഹത്തിലെത്തിയത് എന്നുമാണ് ആ 3 കുട്ടികളുടെ അമ്മയായിട്ടുള്ള ആ സ്ത്രീയും ആ യുവാവും പ്രതികരിക്കുന്നത്. എന്താണെങ്കിലും ആ വിവാഹ സമയത്ത് ഈ യുവതിയും മുൻ ഭർത്താവും തമ്മിൽ പരസ്പരം വലിയ ആരോപണങ്ങൾ, ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചുവെങ്കിൽ പോലും ഏറ്റവും ഒടുവിൽ മന്ത്രോച്ചാരണങ്ങളൊക്കെ അകമ്പടിയോടുകൂടി ആ വിവാഹം നടന്നു. ആ യുവതി ആ കാമുകൻ്റെ കൂടെ പുതിയ ജീവിതത്തിലേക്ക് ചുവടുവെച്ചു. ഈ വിവാഹം ആ പ്രദേശത്ത് വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട്. പക്ഷേ ഇതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ആ സ്ത്രീ പറയുന്നത് തൻ്റെ ജീവിതം എപ്പോഴും യാതനകളുടെയും ദുഃഖത്തിൻ്റെതുമായിരുന്നു. എന്നെ നിരന്തരം ഉപദ്രവിക്കുമായിരുന്നു, മാനസികമായും ശാരീരികമായും എന്നാണ് മുൻ ഭർത്താവിനെ പറ്റി. പക്ഷെ അതൊക്കെ പൂർണ്ണമായിട്ടും തള്ളിക്കളയുകയാണ്, നിരസിക്കുകയാണ് ആ ഭർത്താവ്. മക്കൾ 3 പേരുണ്ട്. ആ 3 പേരെ ഒപ്പം കൂട്ടാൻ അവർ തയ്യാറായിട്ടില്ല. അവർ ആ കുടുംബത്തോടൊപ്പം ആദ്യ ഭർത്താവിനൊപ്പം തന്നെ ജീവിക്കട്ടെ എന്നാണ് നിലപാട്. എന്നാണെങ്കിലും കല്യാണശേഷം ആ പ്രദേശത്ത് വലിയ സംസാരമായിരുന്നു. കല്യാണത്തിനിടയിലും ആ തർക്കങ്ങളൊക്കെ വലിയ ചർച്ചയായി മാറുകയും ചെയ്തു.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.